ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിലായിരിക്കുന്ന വന്ദനത്തെ അറിയിക്കുന്ന വളരെ സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനായിട്ട് കൂടിയൊരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നാം ഓർക്കുന്നത് പോലെ നമ്മൾ കഴിഞ്ഞ നാളുകളായിട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞായിരിക്കുന്ന ചില ഉപമകളെ പറ്റിയാണ് ചിന്തിച്ചു വരുന്നത്. ഇതിനകം ധാരാളം ഉപമകൾ നാം ചിന്തിച്ചു. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അന്തർലീനമായിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഉപമയെപ്പറ്റിയാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. സമയക്കുറവായിരിക്കുന്നതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇവിടെ പറയുന്ന ഈ ഉപമ ഒരുപക്ഷെ ധാരാളം സന്ദർഭങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നല്ല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെങ്കിൽ ബൈബിൾ ക്ലാസ് തന്നെ കേൾക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ഉപമ കർത്താവ് ഇവിടെ പറയാനുള്ളതായിരിക്കുന്ന സാഹചര്യം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എങ്കിലും മുമ്പന്മാർ പലർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും ആകും. അങ്ങനെ ആ ഒരു പ്രസ്താവന കർത്താവ് നടത്തിയതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ വിവരണമാണ് ഈ 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16 വരെയുള്ള ഭാഗത്ത് കാണുന്നത്. അപ്പോൾ തന്നെ നമുക്ക് 20-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും അതേ വാക്യം തന്നെ കർത്താവ് ആവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെ പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരും ആകും. അപ്പോൾ ഈ ഉപമയുടെ തുടക്കത്തിന് അല്പം മുമ്പിലും അവസാനിക്കുമ്പോഴും ഒരേ വാക്യം തന്നെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ചില ആത്മീയ സത്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. ഞാൻ ഈ ഭാഗങ്ങളിലേക്ക് കടന്നുപോയി അതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ആ ആത്മീയ അർത്ഥങ്ങൾ അത് ഗ്രഹിച്ചാൽ മാത്രം മതി. അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിന് അത് പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറയുന്ന ഉപമ ഓർപ്പിച്ച പോലെ പിൻപന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരും ആകും. അത് ആദ്യം വന്നവർ അവസാനവും അവസാനം വന്നവർ ആദ്യവും ആകും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1-ാം വാക്യത്തിൽ കാണുന്ന ഇപ്രകാരമാണ്: സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശം. കർത്താവിടെ സ്ഥാപിക്കാൻ പോകുന്നത് സ്വർഗരാജ്യത്തിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇവിടെ വായിക്കുന്നത് മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുവാനായിട്ട് ജോലിക്കാരെ വിളിക്കാൻ പോകുന്നതായിരിക്കുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ലാൻഡ് ഓണർ എന്നാണ് പറയും. ലാൻഡ് ഓണർ അതായത് ഭൂ ഉടമ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ കാണുവാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ഭൂ ഉടമയ്ക്ക് തോട്ടക്കാരന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു എന്നിവിടെ കാണുവാൻ കഴിയുകയാണ്. മനോഹരമായിരിക്കുന്ന ഒരു മുന്തിരിത്തോട്ടം. അദ്ദേഹത്തിന് തൻ്റെ തോട്ടത്തിൽ പണിയെടുക്കുവാനായിട്ട് ധാരാളം ജോലിക്കാരെ ആവശ്യമായി വന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഒരേ ജോലി ആയിരിക്കില്ല ലഭിക്കുന്നത്. പലർക്കും പലതരത്തിലുള്ള ജോലി ആയിരിക്കും മുന്തിരിത്തോട്ടത്തിൽ ലഭിക്കാൻ പോകുന്നത്. ഒരു പക്ഷെങ്കിൽ മുന്തിരിത്തോട്ടം ഒരുക്കിയെടുക്കുകയായിരിക്കാം, അല്ലെങ്കിൽ മുന്തിരിയുടെ കൊമ്പുകൾ മുറിച്ച് കളയായിരിക്കാം, മുന്തിരിക്ക് വളം ഇടാനുള്ള ജോലിയായിരിക്കാം, മുന്തിരിക്ക് വെള്ളമൊഴിക്കുവാനുള്ള ജോലിയായിരിക്കാം, അല്ലെങ്കിൽ മുന്തിരിയുടെ ഫലം എടുക്കുന്ന സീസണായി കാണും അതെടുക്കുവാൻ വേണ്ടിയായിരിക്കാം. നമുക്കൊന്നും അറിഞ്ഞുകൂടാ. എന്താണ് ഇവിടുത്തെ ജോലി, അത്യാവശ്യം എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം സ്പഷ്ടമാണ്: ഏത് ജോലി തോട്ടക്കാരനെ ഏൽപ്പിച്ചാലും അത് ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുവാനായിട്ട്, അത് ആത്മാർത്ഥത്തോടെ ചെയ്യുവാനായിട്ട് അവർ ശ്രദ്ധിക്കണം. ഇവിടെ കഠിനാധ്വാനമുണ്ട്. കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൂ ഉടമ പറയുന്നതിനനുസരിച്ച്, അഥവാ തോട്ടക്കാരൻ എന്ത് പറയുന്നോ അതനുസരിച്ച് വേണം
അവർ ചെയ്യുവാനായിട്ട്. അവിടെ ജോലിയിൽ ഈ തോട്ടക്കാരന് പൂർണ്ണ സംതൃപ്തി ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നാം ഇനി ചരിത്രത്തിൻ്റെ ഭൂപ്രദേശത്ത് കടന്നു പോകുമ്പോൾ പാലസ്തീനിലെ കുന്നും ചരിവുകളിലൊക്കെ ധാരാളം മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് ഈ മലയിടുക്കുകളിലൊക്കെയാണ് അവർ മുന്തിരിത്തോട്ടങ്ങൾ നടാറുള്ളത്. അവിടെ അവർ കല്ലുകളും കളകളൊക്കെ പറിച്ചു മാറ്റി എല്ലായിടത്തും കളഞ്ഞ് വൃത്തിയാക്കി അവിടെ പല വിധത്തിലായിരിക്കുന്ന ജോലികളാണ് ഇവിടെ കൊണ്ടുവരുന്നവരൊക്കെ കൊടുക്കാറുള്ളത്. എന്ത് ജോലി തന്നാലും അത് ചെയ്യുവാനായിട്ട് അവർ പൂർണ്ണ സമ്മതമുള്ളവരായിരിക്കണം, തയ്യാറായിരിക്കണം എന്ന് ഇവിടെ കാണാൻ കഴിയുകയാണ്. ഇവിടെ സമ്മർ സീസൺ ആകുമ്പോൾ ഈ മുന്തിരിയുടെ വള്ളിത്തല മുറിക്കുന്ന സീസണാണ്. വിളവെടുക്കുന്ന സീസൺ സെപ്റ്റംബർ മാസങ്ങളിലാണ്. ആ സമയങ്ങളിൽ എടുത്തില്ല എങ്കിൽ ഇത് മുന്തിരികൾ നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഏത് സീസണിലോട്ടാണ് ഇവരെ വിളിച്ചിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ചില പ്രത്യേകതകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, വീട്ടുടയവൻ അഥവാ തോട്ടക്കാരൻ തനിയെ ചെന്നാണ് വേലക്കാരെ കൂലിക്കായിട്ട് വിളിക്കുന്നത്. അദ്ദേഹം വേറെ ആരെയും പറഞ്ഞയക്കുന്നില്ല, നേരിട്ട് എന്ന് വേലക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ കൂട്ടരെ വിളിക്കുന്നത് നന്ന പുലർച്ചയ്ക്ക് എന്ന് വിളിക്കുക. ആ കാലത്ത് ക്രിസ്തുവിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ പാലസ്തീൻ്റെ പ്രദേശത്ത് ഒരു ദിവസത്തെ ജോലി ആരംഭിക്കുന്നത് രാവിലെ 6 മണിക്കാണ്. രാവിലെ 6 മണിക്ക് ജോലി ആരംഭിച്ചാൽ വൈകിട്ട് 6 മണി വരെയുള്ള ആയിരിക്കുന്ന സമയമാണ് വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ എത്ര മണിക്കൂറായി? 12 മണിക്കൂറാണ് പാലസ്തീനിലെ ആ കാലത്ത് ജോലി സമയം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് 8 മണിക്കൂർ ചെയ്താൽ മതി, അന്ന് 12 മണിക്കൂറാണ്. അപ്പോൾ നന്നാ പുലർച്ച പോയി ഫസ്റ്റ് ഗ്രൂപ്പിനെ 6 മണിക്ക് ജോലി ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് തൻ്റെ തോട്ടത്തിലാക്കുകയാണ്. ഈ തൊഴിലാളികളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് എനിക്ക് ഒരു ദിവസത്തെ കൂലി കിട്ടും എന്നുള്ളതാണ്. ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് കൃത്യസമയത്ത് ആരംഭിച്ച് കൃത്യസമയത്ത് അവസാനിപ്പിക്കുമ്പോൾ അവനൊരു ദിവസത്തെ കൂലി കിട്ടും. ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത് ഒരു വെള്ളിക്കാശാണ് കിട്ടുന്നത്. ആദ്യം വിളിച്ചതായ തൊഴിലാളികളോട് യജമാനൻ പറയുകയാണ്, തോട്ടക്കാരൻ പറയുകയാണ്, അതായത് എത്ര കൂലി അവന് കൊടുക്കും എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. അവർ ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ 12 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ ഒരു വെള്ളിക്കാശ് ഓരോരുത്തർക്കും കൊടുക്കും. ഒരു ദിനാറിയസ് എന്നാണ്, അതായത് ഒരു ദിവസത്തേക്കുള്ള അരിക്കുന്ന കൂലിയാണ് ഒരു വെള്ളിക്കാശ്. ആ ദിനാറിയസ് എന്ന് പറയുന്നത് റോമക്കാരുടെ പുരാതന ഒരു വെള്ളി നാണയമാണ്. ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ കൂലിയാണ് ഒരു വെള്ളി നാണയം എന്ന് പറയുന്നത്. അന്നത്തെ ന്യായമായിട്ടുള്ള ഒരു കൂലിയാണ്. ഒന്നാമത്തെ വിളിച്ച ഗ്രൂപ്പിന് ജോലി സമയത്തെ പറ്റിയോ ജോലിയുടെ കൂലിയെ പറ്റിയോ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം അവരുമായിട്ട് സംസാരിച്ച് ഒരു ധാരണയിലെത്തിയിരിക്കുകയാണ്, ഇത്ര മണിക്കൂർ ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരു വെള്ളിക്കാശ് കിട്ടും എന്നുള്ളത് അവർ തമ്മിൽ എഗ്രിമെൻ്റായി. അപ്പോൾ അവർ സന്തോഷത്തോടെ ജോലി ആരംഭിച്ചു. അവിടെ ശാന്തതയാണ്, സമാധാനമുണ്ട്, അവർക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങനെ ജോലി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 3 മണി നേരത്ത് പുറപ്പെട്ട് മറ്റ് ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവീൻ, ന്യായമായതുള്ളത് തരാം എന്ന് അവരോട് പറഞ്ഞു. അവരും പോയി. ആദ്യത്തെ കൂട്ടരോട് പറഞ്ഞത് സമയം ഇത്ര സമയമാണ്, ഇത്ര സമയം ജോലി ചെയ്യുമ്പോൾ ഒരു വെള്ളിക്കാശ്, അത് സമ്മതിച്ച് അവർ തുടങ്ങി. രണ്ടാമത്തെ ആൾക്കാർ 3 മണി നേരത്താണ് അവർ പോയി വിളിച്ചുകൊണ്ട് വരുന്നത്. ഇവിടെ വീണ്ടും ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലിക്കാരെ ആവശ്യമായി വരികയാണ്. രണ്ടാമതും വീട്ടുടേയും പോയി ജോലിക്കാരെ തിരക്കുകയാണ്. പോയ സമയമെന്ന് പറയുന്നത് എത്ര മണിക്കാണ്? 3 മണിക്കാണ് പോയത്. 3 മണി എന്ന് പറയുമ്പോൾ രാവിലെ 9 മണിക്ക്. അപ്പോൾ ജോലി ആരംഭിച്ച 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇവരെ കൊണ്ടുവരുന്നത്. 9 മണിയായപ്പോൾ ഇവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ്.
അപ്പോൾ വർക്കിംഗ് ടൈം തുടങ്ങിക്കഴിഞ്ഞു. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീട്ടുടയവന് അഥവാ ഈ തോട്ടക്കാരനെ കാണുവാൻ കഴിഞ്ഞത് അവർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നു. ചന്ത എന്ന് പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് നമ്മുടെ നാട്ടിലുമ്പുറത്തുള്ള ചന്തയല്ല, പച്ചക്കറികളും മലഞ്ചരക്കും മത്സ്യവും മാംസവും വയ്ക്കുന്ന ചന്തയല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ പറയുന്നത് ചന്ത എന്ന് പറയുന്നത് ലേബേഴ്സിനെ, വർക്കേഴ്സിനെ സപ്ലൈ ചെയ്യുന്നതായിരിക്കുന്ന അഥവാ ജോലിക്കാരെല്ലാം ഒന്നിച്ചു കൂടുന്നതായിരിക്കുന്ന സ്ഥലം, അതിനാണ് ചന്ത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എല്ലാവരും രാവിലെ ഈ ജോലിക്കാരെല്ലാം അവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളോട് ചെന്ന് കഴിഞ്ഞാൽ രാവിലെ സമയത്ത് ധാരാളം ബംഗാളികൾ ഇങ്ങനെ പല ജംഗ്ഷനിൽ കാണും. അവരെ ആര് വിളിക്കാൻ വരുന്നോ അവരുടെ കൂടെ പോകാനായിട്ട് അവർ ഒരുങ്ങി നിൽക്കുക. ആ ഒരു ചിന്ത മനസ്സിൽ വേണം. അതിനെയാണ് ചന്ത എന്ന് പറയുന്നത്. ലേബേഴ്സ് എല്ലാം കൂടെ കടന്നുകൂടുന്ന സ്ഥലം. ഇവിടെ പറയുകയാണ് ചിലർ മെനക്കെട്ട് അവിടെ നിൽക്കുക. അതിൻ്റെ അർത്ഥം ജോലി ഒന്നുമില്ലാതെ നിൽക്കുന്നവരല്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ കുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, മെനക്കെട്ട് നിൽക്കുന്നവരുണ്ട്. അവരെപ്പറ്റിയൊന്നുമല്ല പറയുന്നത്. ഇവർ ഇവിടെ നിൽക്കുന്നത് എന്താണെന്നറിയാമോ? ആരെങ്കിലും അവരെ വന്ന് ജോലിക്ക് വിളിച്ചുകൊണ്ട് പോകും എന്നുള്ള പ്രതീക്ഷയിൽ അവരിങ്ങനെ കാത്തു നിൽക്കുക. അങ്ങനെയാണ് മെനക്കെട്ട് നിൽക്കുക എന്ന് പറയുന്നത്. വീട്ടുടയൻ വന്നിട്ട് ഇവരോട് പറയുകയാണ്, നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോയി ജോലി ചെയ്യുവീൻ എന്ന് പറയുകയാണ്. ആദ്യത്തെ ആൾക്കാർ പോയതായ അതേ മുന്തിരിത്തോട്ടത്തിലോട്ടാണ് ഇവരും കടന്നു പോകുന്നത്. അപ്പോൾ മുന്തിരിത്തോട്ടം ഒന്നേ ഉള്ളൂ. അവർക്കും ഇവർക്കും ജോലി എവിടെയാണ്? ഒരേ മുന്തിരിത്തോട്ടത്തിലാണ് ജോലി ഉള്ളത്. പക്ഷെ ഇവരോട് എന്ത് പറയുന്നില്ല? കൂലി എത്ര തരാമെന്ന് അവരോട് പറയുന്നില്ല. മറിച്ച് അവിടെ പറയുന്നത് ന്യായമായിട്ടുള്ളത് ഞാൻ തരാം, ന്യായമായിട്ടുള്ളത് തരാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എത്രയാണ് ന്യായമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത്? അത് തോട്ടക്കാരന് മാത്രം അറിയത്തുള്ളൂ, നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല. ന്യായമായിട്ടുള്ളത് തരാമെന്ന് പറയുകയാണ്. വാസ്തവത്തിൽ എത്ര തരാമെന്ന് പറയണ്ടേ? അതല്ലേ അതിൻ്റെ സാമാന്യമായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഇത്ര രൂപ തരാം, കാരണം 3 മണിക്കൂർ കഴിഞ്ഞോ വരുന്നത്. അതുകൊണ്ട് തുക പറയുന്ന എല്ലാവരും നല്ലത്, പക്ഷേ ഇവിടെ പറയുന്നില്ല. എത്ര പറയുന്നത്? ന്യായമായിട്ടുള്ളത് തരാമെന്ന് പറയുക. അപ്പോൾ ഈ വീട്ടുടയവനെ അഥവാ തോട്ടക്കാരനെ പരിചയമുള്ളത് കൊണ്ട് അവൻ വലിയ കുഴപ്പക്കാരനൊന്നും അറിഞ്ഞുകൊണ്ട് അവൻ്റെ കൂട്ടത്തിൽ ജോലിക്കാർ പോയി. എന്താണ് പ്രതീക്ഷ? ന്യായമായിട്ടുള്ളത് ഞങ്ങൾക്ക് കിട്ടും. നമ്മുടെയൊക്കെ വീടുകൾ ഇപ്പോഴൊക്കെ കണ്ടുവരുന്നത് എന്തെങ്കിലും ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചാൽ, ഓ അതെന്താ പറയാനാണ്, തന്നേച്ചാൽ മതി എന്ന് പറയും. എത്ര എന്തെങ്കിലും തന്നേച്ചാൽ മതി. നമ്മളെങ്ങനെ കൊടുക്കുന്ന കൂലി? കൂടിക്കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷം. അച്ഛനും അമ്മാമ്മയും എന്ത് നല്ല ആൾക്കാരാണ്. കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നാട് മുഴുവൻ ചെന്ന് പറയും എന്തോ ആൾക്കാരാണ്, അന്നേരം തന്നെ പറയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ ഇവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ന്യായമായിട്ടുള്ളത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രതീക്ഷയോടെ അവർ പോവുകയാണ്. അന്ന് ഈ ഗ്രാമീണ മേഖലയൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് ഈ തോട്ടക്കാരനെ പരിചയമുണ്ട്, തൊഴിലാളികളെ പരിചയമുണ്ട്, തമ്മിൽ പരിചയമുള്ള ആൾക്കാരായിരിക്കുന്നതുകൊണ്ട് വീട്ടുടയവൻ പറഞ്ഞ വാക്കിനനുസരിച്ച് ഇവർ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. കാരണം അവർ മെനക്കെട്ട് നിൽക്കുക, ജോലിക്ക് വേണ്ടി കാത്തു നിൽക്കുക. 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. 6-ാം മണി എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് 12 മണി, 9-ാം മണി എന്ന് പറയുമ്പോൾ ഉച്ച കഴിഞ്ഞ് വൈകിട്ട് 3 മണിക്ക്. ഇപ്പോൾ സമയങ്ങൾ ഒത്തിരി കടന്നുപോയി. 12 മണിക്കും ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്കും ചില ആൾക്കാർ ഇങ്ങനെ മെനക്കെട്ട് നിൽക്കുക. ആരെങ്കിലും ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വരുന്നോ എന്നുള്ള പ്രതീക്ഷ അവർ നിൽക്കുക. 3 മണിക്ക് ചെന്നപ്പോഴും അവിടെ ആൾക്കാരുണ്ട്. ആരെങ്കിലും വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ ഉപജീവന മാർഗത്തിൻ്റെ വഴി കാണുമല്ലോ എന്ന പ്രതീക്ഷയിൽ കാത്തു നിൽക്കുക. ഇവരോടും എന്താ പറയുന്നത് തോട്ടക്കാരൻ? നിങ്ങളും പോയി തോട്ടത്തിൽ ജോലി ചെയ്യുകയും നിങ്ങൾക്കും ഞാൻ എന്ത് തരാം? ന്യായമായിട്ടുള്ളത് തരാം. ഇപ്പോൾ ഈ ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവർ ആരെങ്കിലും ഞങ്ങളെ വിളിക്കുമോ എന്ന് കാത്തു നിൽക്കുക. അവർ മെനക്കെട്ട് നിൽക്കുക. 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 11-ാം മണി നേരത്തും ചെന്ന് മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടു. നിങ്ങളിവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ മറുപടി,
ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായ കൊണ്ടത്രേ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്താ? ഇതുവരെയും ആരും അവരെ വിളിച്ചിട്ടില്ല. ഇപ്പോൾ സമയം എത്രയായി? 11 മണി സമയമായി. 11 മണി എന്ന് പറയുമ്പോഴേക്കും 5 മണിയായി. ഇനി എത്ര മണിക്കൂർ ശേഷിക്കുന്നുണ്ട്? 1 മണിക്കൂറേ ശേഷിക്കുന്നുള്ളൂ. സ്വാഭാവികമായിട്ടാണെങ്കിൽ നമ്മൾ വിളിക്കും 1 മണിക്കൂറേ ഉള്ളെങ്കിൽ, സമയം കഴിഞ്ഞ് ഇനി നാളെ ആട്ടെന്ന് പറഞ്ഞ് പോവുകയുള്ളൂ. പക്ഷെ ഇവിടെ ഈ തോട്ടക്കാരൻ ചെന്ന് നോക്കുമ്പോൾ 5 മണിക്കും ചില ആൾക്കാർ മെനക്കെട്ട് നിൽക്കുകയാണ്. 1 മണിക്കൂർ മാത്രമേ ഇനി ജോലി ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അവരോട് പറയുന്നത് എന്താണ്? നിങ്ങളും പോയി എൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യാൻ പറയുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇവരെ ആരും വിളിക്കാതിരുന്നത്? 5 മണിക്ക് വരെ നിൽക്കുന്നവരെ വിളിക്കാതിരുന്നതിൻ്റെ കാരണം എന്തായിരിക്കാം? ഇവർ മടിയന്മാരായതുകൊണ്ടാണോ വിളിക്കാതിരുന്നത്? അതോ നിരുത്സാഹികളായിരിക്കുന്നുകൊണ്ടാണോ അവരെ ആരും വിളിക്കാതിരുന്നത്? പ്രായം ചെന്നതുകൊണ്ടാണോ വിളിക്കാതിരുന്നത്? അതോ കാര്യമായിട്ട് അവർക്ക് ജോലിയൊന്നും അറിയത്തില്ല അതുകൊണ്ടായിരിക്കുമോ അവരെ ആരും വിളിക്കാതിരുന്നത്? വലിയ പേഴ്സണാലിറ്റി ഒന്നുമില്ല, കാഴ്ചയ്ക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ആരും വിളിക്കാതിരുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും സമയമായിട്ടും ആരും വിളിക്കാതിരുന്നത്? ഇതൊന്നും ആയിരിക്കത്തില്ല കാരണം. അവരുടെ ഒറ്റ മറുപടിയുള്ളൂ, ഞങ്ങളെ ആരും വന്ന് വിളിച്ചില്ല. ആരെങ്കിലും വിളിക്കണം എന്നുള്ള പ്രതീക്ഷ കാത്തിരിക്കുക. അവർക്കൊറ്റ മറുപടിയുള്ളൂ, ഞങ്ങളെ ആരും ഇതുവരെ വിളിച്ചില്ല. ഇവരോടും വീട്ടുടേയും പറയുന്നത് എന്താണ്? നിങ്ങളും പോയി മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് ജോലി ചെയ്യുവിൻ. അപ്പോൾ ഇവരെ ഒരാൾ തന്നെയാണ് എപ്പോഴും വന്ന് ജോലിക്ക് വിളിക്കുന്നത്. വേറെ ആരും മാറി മാറി വരുന്നില്ല. എല്ലാ സമയത്തും ഒരാൾ തന്നെയാണ് ജോലിക്ക് വിളിക്കുന്നത്. ഇവരെല്ലാവരും ഈ വീട്ടുടയവനെ പൂർണ്ണമായി വിശ്വസിച്ചു. ന്യായമായിട്ടുള്ളത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചു. കാരണം അറിയാവുന്നത് കൊണ്ട് അവർ വിശ്വസിച്ചു കടന്നു പോവുകയാണ്. എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഈ വീട്ടുടയൻ വന്ന് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകുന്നത്? എന്ത് കാരണത്താലാണ് പിന്നെയും പിന്നെയും സമയം കഴിഞ്ഞു പോയിട്ടും പിന്നെയും ഈ വീട്ടുടയൻ വന്ന് കൂടെ വിളിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ കാരണം എന്താണ്? എന്തായിരിക്കാം കാരണം? മുന്തിരിത്തോട്ടം ഇങ്ങനെ വിശാലമായി കിടക്കുക, ധാരാളം ജോലി അവിടെ ഉണ്ട്. ഈ ജോലിക്കാരെ കൊണ്ട് തീർക്കുവാനായിട്ട് പറ്റുകയില്ല. അത് സമയത്തിന് മുമ്പായിട്ട് ഓരോ കാലയളവുണ്ട്. ആ കാലയളവിൽ ഈ ജോലികൾ മുഴുവൻ തീർക്കണം. അതുകൊണ്ട് ജോലിക്കാരെ ആവശ്യമായിരിക്കുന്നതുകൊണ്ട് സമയം കഴിഞ്ഞു പോയാലും ഇദ്ദേഹം വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ധാരാളം ജോലിക്കാരെ ആവശ്യമുണ്ട്. ഈ വീട്ടുടയവന് ഒരേ ഒരു മുന്തിരിത്തോട്ടമേ ഉള്ളൂ, ധാരാളമില്ല. ഒരേ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണ് കടന്നു പോകുന്നത്. അവിടെ നിരവധി ജോലിക്കാരെ ആവശ്യമായി ഇരുന്നതുകൊണ്ട് പല സന്ദർഭങ്ങളിലാണെങ്കിലും പലരെയും വിളിച്ച് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ കൊണ്ടാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നത്, സമയം തീരാറാവുമ്പോഴും എന്തുണ്ട്? ജോലിയുണ്ട്. സമയം തീരാറാവുമ്പോഴും ജോലിയുണ്ട് എന്നുള്ളതാണ്. സമയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചില ആൾക്കാരെ വിളിച്ചു ആക്കിയിരിക്കുന്നു. അവരിങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നാൽ ജോലി സമയം തീരാറാവുമ്പോഴും വന്ന് കൊണ്ടുപോവുകയാണ്. അപ്പോഴും ജോലിയുണ്ട്. അവസാനം വന്നവർക്ക് അല്പസമയം കിട്ടിയുള്ളൂ, 1 മണിക്കൂർ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം 12, 8, 9 അങ്ങനെ പല സമയം കിട്ടി. അപ്പോൾ 1 മണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. സാധാരണക്കാരങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നതല്ല, പക്ഷേ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ഏതൊക്കെ സമയങ്ങളിലാണ് ജോലിക്കാരെ കൊണ്ടുപോകുന്നത്? ആദ്യത്തെ ട്രിപ്പിന് 6 മണിക്ക് കൊണ്ടുപോയി, രണ്ടാമത്തെ ഗ്രൂപ്പ് 9 മണിക്ക് കടന്നുപോയി, മൂന്നാമത്തെ ഗ്രൂപ്പ് ഉച്ചയ്ക്ക് 12 മണിക്ക് കടന്നുപോയി, നാലാമത്തത് വൈകിട്ട് 3 മണിക്ക് കടന്നുപോയി, അഞ്ചാമത്തത് വൈകിട്ട് 5 മണിക്ക്. 5 സമയത്തനുസരിച്ചാണ് ജോലിക്കാരെ കൊണ്ടുപോകുന്നത്. ഇവിടെ 2 പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം വന്നവരോട്
കൂലി പറഞ്ഞ് സമ്മതിച്ചു. അവിടെ തർക്കമില്ല. അവർ നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടായി, ഇത്ര മണിക്കൂർ ജോലി ചെയ്താൽ തരാം. അവിടെ യാതൊരു പിന്നീട് സംശയത്തിൻ്റെയോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ ചോദ്യത്തിൻ്റെ ഒന്നും ഉദിക്കുന്നില്ല. കാരണം അവർ തമ്മിൽ പറഞ്ഞ് ഒത്തിരിക്കുകയാണ്. രണ്ടാമത്തവരോട് ന്യായമായിട്ടുള്ളത് തരാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ന്യായമായിട്ടുള്ളത് തരാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എമൗണ്ട് അവിടെ പറയുന്നില്ല. ഇനി 8-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിൻപന്മാർ തുടങ്ങി മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് വിളിച്ചുകൊണ്ട് പോയത് തൊഴിലാളികളെ? വീട്ടുടയവൻ, തോട്ട ഉടമയാണ് വിളിച്ചുകൊണ്ട് പോയത്. ഇപ്പോൾ ശമ്പളം കൊടുക്കാൻ ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? വിചാരകൻ. അവൻ്റെ വിചാരകനോടാണ് പറഞ്ഞത്, നീ ഇവരെല്ലാം വിളിച്ച് എങ്ങനെ ചെയ്യണം? പിൻപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കണം. ലോകത്തിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വേലയും കൂലിയും എന്ന് പറയുന്നത്. വേല ചെയ്തെങ്കിൽ മാത്രമേ കൂലി കിട്ടുകയുള്ളൂ. കൂലി കിട്ടുമെന്നറിഞ്ഞെങ്കിൽ മാത്രമേ വേല ചെയ്യുവാനും തോന്നത്തുള്ളൂ. അപ്പോൾ വേലയും കൂലിയും വലിയ ഒരു വിഷയമാണ് ലോകത്തിൽ. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഈ കൂലിയെപ്പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത് തന്നെ പറയുന്നുണ്ട്. എങ്ങനെ കൂലിക്കാരെ വേലക്കാരെ അവരുടെ ആ ദിവസത്തെ അധ്വാനഫലം കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് പറയുന്നുണ്ട്, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ എന്ന് പറയും. ഏത് തരത്തിലുള്ള ജോലിക്കാരനായാലും വേലക്കാരനായാലും അവൻ്റെ കൂലിക്ക് യോഗ്യനാണ്. അത് കൂലി വേരീസ്, അതായത് ജോലിയുടെ അവസ്ഥയും അവൻ്റെ യോഗ്യത, അവൻ്റെ വിദ്യാഭ്യാസം ഇതെല്ലാം പരിഗണിച്ചാണ് പോകുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള വേല ചെയ്താലും അവൻ്റെ കൂലിക്ക് അവന് യോഗ്യനാണ് എന്ന് കർത്താവ് പറയുകയാണ്. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന പ്രകാരമാണ്, കൂലിക്കാരൻ്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിൻ്റെ പക്കൽ ഇരിക്കരുത് എന്ന് പറയും. കാരണം ദിവസത്തൊഴിലാളികളാണ്, അവൻ കൂലിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ ആഹാരം, അവരുടെ കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും നിനക്ക് വേണ്ടി ജോലി ചെയ്ത കൂലിക്കാരൻ്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിൻ്റെ പക്കൽ ഇരിക്കരുത്. അത് അപ്പോൾ തന്നെ കൊടുത്തേക്കണമെന്ന് വ്യക്തമായിട്ട് മോശയിൽ കൂടി ഇവിടെ പറയുകയാണ്. ഇനി ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്ന പ്രകാരമാണ്, കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത്, അവൻ്റെ കൂലി അന്നേക്കൊന്ന് കൊടുക്കണം, അന്നേക്ക് തന്നെ കൊടുക്കണം. അവൻ ദരിദ്രനും അതിനായി ആശിച്ചുകൊണ്ടിരിക്കുന്നതുമല്ലോ. അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരരുത്. അവൻ ഓരോ ദിവസത്തേക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അതാ ദിവസത്തേക്ക് വേണ്ടിയാണ് അധ്വാനിക്കുന്നത്. അവൻ ദരിദ്രനും അതിനുവേണ്ടി ആശിച്ചാണ് അവൻ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ്, അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിപ്പാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടയാകരുത് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ വ്യക്തമായി ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് അവനവൻ്റെ കൂലി ആ സമയത്ത് തന്നെ കൊടുത്ത് അവൻ സമാധാനത്തോടെ പൊക്കണം എന്നുള്ളതാണ്. ഈ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നാം അത് ചിന്തിച്ചതാണ്, നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെച്ചുവല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ ചില ദുഷ്പ്രവൃത്തികൾ നടന്നു. ജോലി ചെയ്തു, പക്ഷേ കൂലി കൊടുത്തില്ല. അവരുടെ മുറവിളി എന്ത് ചെയ്യുന്നു? അവിടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. അവർ കൂലിക്ക് വേണ്ടി ദൈവത്തോട് കരയുന്നു, കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് വ്യക്തമായിട്ട് കൂലി കൊടുക്കുന്നതിനെപ്പറ്റി വ്യക്തമായിട്ട് ന്യായപ്രമാണവും കർത്താവും ഒരുപോലെ പഠിപ്പിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അതുപോലെ കാണുകയാണ്. നാം ഇവിടെ വായിക്കുന്നത്, സന്ധ്യയായപ്പോൾ
സന്ധ്യ ആയപ്പോൾ എന്താ ചെയ്യുന്നത്? മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ചിട്ട്, നീ എന്ത് ചെയ്യണം? പിൻപന്മാർ മുതൽ മുമ്പന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കാനായിട്ട് പറഞ്ഞയക്കുകയാണ്. ഇപ്പോൾ എത്ര സമയമായിട്ടുണ്ട്? സന്ധ്യാസമയമായി, അതായത് 12 മണി സമയമായി. വൈകിട്ട് 6 മണിയായി, ജോലി സമയം തീർന്നു. 12 മണി ആയപ്പോൾ വിചാരകനെ വിട്ടിട്ട് പറയാണ്, അവർക്കെല്ലാം കൂലി കൊടുക്കാൻ പറയാണ്. വൈകിട്ട് 6 മണി ആയപ്പോൾ ചെന്ന് അവൻ കൂലി കൊടുക്കുക. ഒരു ദിവസത്തെ ജോലി സമയം തീർന്നപ്പോൾ മോശ പഠിപ്പിച്ച ന്യായപ്രമാണം അനുസരിച്ച് ആരുടെ കൂലി പിടിച്ചു വയ്ക്കാതെ ഓരോരുത്തർക്കും അവരുടെ അടിക്കുന്ന കൂലി കൊടുക്കാനായിട്ട് അവൻ കടന്നില്ലുകയാണ്. അത് വിചാരകനെയാണ് ഇവിടെ തോട്ടക്കാരനെ ഏൽപ്പിച്ചിരിക്കുന്നത്. തോട്ടക്കാരൻ നേരിട്ട് കൂലി കൊടുക്കുന്നില്ല, വിചാരകനെ ഏൽപ്പിച്ചിരിക്കുക. വേലക്കാരെ വിളിച്ചതാരാണ്? തോട്ടത്തിൻ്റെ ഉടമയാണ് വേലക്കാരെ വിളിച്ചത്. പക്ഷേ കൂലി കൊടുക്കുന്നത് അവൻ്റെ ഗൃഹവിചാരകനാണ് കൊടുക്കുന്നത്. അപ്പോൾ കൂലി കൊടുക്കുന്ന ആ രീതി ഒന്ന് ശ്രദ്ധിക്കണം. എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? പിൻപന്മാർ മുതൽ മുമ്പന്മാർ വരെയുള്ളവർക്ക് കൊടുക്കുക. അതായത് അവസാനം വന്നയാൾക്ക് ആദ്യവും ആദ്യം വന്ന ആൾക്ക് അവസാനം. ആദ്യം കൂലി കൊടുത്തത് ആർക്കാണ്? 11 മണിക്ക് വന്ന വ്യക്തിക്ക്, 5 മണിക്ക് വന്ന വ്യക്തിക്കാണ് കൂലി കൊടുത്തത്. അവർക്ക് ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അപ്പോൾ 1 മണിക്കൂർ മാത്രം ചെയ്തവർക്ക് ആദ്യം കൂലി കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് എന്തോ തോന്നി. എന്തോ ആയിരിക്കും അവരുടെ മനോവിചാരം? അവർക്ക് എത്ര കൊടുത്തു? 1 വെള്ളിക്കാശ് കൊടുത്തു. 1 വെള്ളിക്കാശ് കൊടുത്തു. അതായത് ഒരു ദിവസത്തെ ഫുൾ കൂലി അവർക്ക് കൊടുത്തു. അപ്പം ഇനി അവരുടെ ആ മനസ്സിലെ ചിന്താഗതി എന്നും ആലോചിച്ച് നോക്കി, എന്തുമായിരിക്കും അവരുടെ മനസ്സിൻ്റെ അവസ്ഥ? ഭയങ്കര സന്തോഷമായി, സർപ്രൈസ്. ഇത് പ്രതീക്ഷിച്ചിരുന്നു അവർ? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവരുടെ പ്രതീക്ഷ എന്താണ്? ഒരിക്കലും ഒരു ദിവസത്തെ ഫുൾ കൂലി ഞങ്ങൾക്ക് കിട്ടത്തില്ല, എങ്കിലും ന്യായമായിട്ടുള്ളത് തരും, അത് മതി, അത്രയോ അതിനെ പ്രതീക്ഷയുള്ളൂ. അപ്പോൾ ഭയങ്കര സർപ്രൈസാണ് അവർക്കുണ്ടായത്. കാരണം ഇതുപോലെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഭയങ്കരമായ സന്തോഷം, പറഞ്ഞറിയിക്കാൻ വയ്യാത്തായിരിക്കുന്ന ഒരു സന്തോഷം. ഓരോരുത്തർക്കും ഓരോ വെള്ളിക്കാശ് കൊടുത്തു. കാരണം ചന്തയിൽ ജോലിയൊന്നും കിട്ടാതെ മെനക്കെട്ട് നിൽക്കുകയായിരുന്നു. അവരെ വിളിച്ചുകൊണ്ട് ജോലി കൊടുത്തു. കേവലം 1 മണിക്കൂർ മാത്രം ജോലി ചെയ്തു. ഒരു ദിവസത്തെ ഫുൾ കൂലിയും കൊടുത്തു. നമ്മൾ കൊടുക്കുമോ അങ്ങനെ? നമ്മൾ കൊടുക്കുമോ? അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ അവിടെ ആ സന്തോഷം എത്രയോ വലിയ സന്തോഷമാണ്. ഇനി 10-12 വാക്കിലേക്ക് കടന്നു വരുമ്പോൾ അവസാനം മുമ്പന്മാരെ വിളിച്ചു, ആദ്യം വന്നവരെ വിളിച്ചു. ഇവരാണ് ആദ്യം വന്ന ഗ്രൂപ്പ്. അപ്പോൾ ഇവർ ഒരു കാര്യം മനസ്സിലാക്കി, അവസാനം വന്നവർക്ക് എത്ര കിട്ടി? 1 വെള്ളിക്കാശ് കിട്ടിയെന്നവർ അറിഞ്ഞു. അപ്പോൾ ഇവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്ത എന്തായിരിക്കാം? ഇപ്പോൾ ഇവർ നേരത്തെ വന്ന് 6 മണിക്കേ ജോലി ആരംഭിച്ചു. ഇവർ മനസ്സിലാക്കി അവസാനം വന്നവർക്ക് ഒരു ദിവസത്തെ കൂലി കിട്ടി. അപ്പോൾ ഇവരുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്ത എന്താണ്? അവർ കണക്ക് കൂട്ടാൻ തുടങ്ങി. അവരിങ്ങനെ കണക്ക് കൂട്ടി. 1 മണിക്കൂർ ജോലി ചെയ്തവന് ഒരു ദിവസത്തെ കൂലി മുഴുവൻ കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 6 മണി മുതൽ 6 മണി വരെ ചെയ്തു. എത്ര മണിക്കൂർ? 12 മണിക്കൂർ ജോലി ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് എത്ര കിട്ടണം? 12 ദിവസത്തെ കൂലി ഒരു ദിവസം കിട്ടണം. മനസ്സിലായോ? 12 ദിവസത്തെ കൂലി ഇന്ന് ഞങ്ങൾക്ക് കിട്ടും. വലിയ സന്തോഷത്തോടെ നിൽക്കുക. പക്ഷെങ്കിൽ കിട്ടിയോ? കിട്ടിയില്ല. എത്ര കിട്ടി? ഒരു ദിവസത്തെ കൂലിയെ കിട്ടിയുള്ളൂ. 1 വെള്ളിക്കാശേ കിട്ടിയുള്ളൂ. ഷോക്കായിപ്പോയി, ഭയങ്കര ഷോക്കായിപ്പോയി. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഇനിയൊന്ന് ചിന്തിച്ച്, എന്താ നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു വരുന്ന ചിന്ത? നീതിയാണോ ഇത്?
നീതിയാണോ? ഒരു ധാർമ്മികതയുടെ ഒരു വിഷയം അവിടെ ഇല്ലേ? ഇല്ലയോ? ഒരു എത്തിക്സ്, ഒരു ധാർമ്മികതയുടെ വിഷയമുണ്ട് അവിടെ. നമ്മൾ നേരത്തെ പറഞ്ഞ് ഒപ്പിച്ചു, ശരിയാണ്, എഗ്രിമെൻ്റൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ധാർമ്മികതയുടെ വിഷയം നമുക്ക് തോന്നുന്നില്ലേ? അതിരാവിലെ വന്ന് ജോലി ആരംഭിച്ച് നന്നായി ജോലി ചെയ്ത് പൂർത്തിയായിരിക്കുന്ന ഇവർക്ക് ഒരു വെള്ളിക്കാശ് മാത്രം കൊടുത്തപ്പോൾ ഇവർ ശക്തമായി പ്രതികരിക്കുവാൻ ആരംഭിക്കുകയാണ്. അവർ പറയുകയാണ്, ഞങ്ങൾ പാലത്തെ ഭാരവും വെയിലും സഹിച്ച് ജോലി ചെയ്ത ഞങ്ങളെ 1 മണിക്കൂർ മാത്രം ജോലി ചെയ്തവരോട് നീ എന്ത് ചെയ്തു? തുല്യം ചെയ്തു. ഒരു പകൽ മുഴുവൻ വെയിൽ കൊണ്ട്, പകൽ മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങളെ അവർക്ക് തുല്യമായി കണ്ടുള്ളല്ലോ. ഞങ്ങൾ 1 മണിക്കൂർ ജോലി ചെയ്തു, ഞങ്ങൾ 12 മണിക്കൂർ ജോലി ചെയ്തു, അവർ 1 മണിക്കൂർ ജോലി ചെയ്തു. അവിടെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കൂലി എല്ലാവർക്കും ഒന്നേ കൊടുത്തുള്ളൂ. അവിടെയാണ് വിഷയം. ഇത് ന്യായമാണോ നീതിയാണോ എന്നുള്ളത് ചിന്തിക്കണം. നിങ്ങളുടെ മനസ്സിൽ കൂടി ചിന്തകൾ കടന്നു പോകുന്നുണ്ട്, ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാൻ പറയട്ടെ, ഈ സംഭവം നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നതെങ്കിൽ എന്തുമായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്? എന്തുമായിരിക്കും നടക്കാൻ പോകുന്നത്? ഭയങ്കര കോലാഹലവും ഭയങ്കര ബഹളവും നടക്കും. അവസാനം ഈ ജോലിക്കാരെ എല്ലാവരെയും അടിക്കും, തോട്ടക്കാരനെ അടിക്കും, വിചാരകനെ അടിക്കും, വേണ്ടി വന്ന മുന്തിരിത്തോട്ടത്തിൽ തീയുമിടും, കൊടിയും നാട്ടും. അങ്ങനെ നടക്കത്തുള്ളൂ. അതാണ് ലോകത്തിൻ്റെ ആ സ്ഥിതി എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ ഇവിടെ കാണുവാൻ കഴിയുന്നത്, ഇനി 13-ാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, അതായത് തോട്ടക്കാരൻ അവരിൽ ഒരുത്തനോട് ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല, ഞാൻ നിന്നോട് ഒരു അന്യായവും ചെയ്യുന്നില്ല, നീ എന്നോട് ഒരു പണം പറഞ്ഞ് ഒത്തില്ലയോ? എത്ര വേണമെന്ന് നീ ചോദിച്ചു, ഞാനത് തരാമെന്ന് പറഞ്ഞു, നീ ചോദിച്ച അത്രയും എമൗണ്ട് ഞാൻ തന്നിരിക്കുന്നു. നമ്മൾ ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ്, ഇവർ തമ്മിലൊരു പരസ്പര ധാരണ ഉണ്ടായിരുന്നതുകൊണ്ട്, കൂലി പറഞ്ഞ് ഒത്തിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് ചോദിക്കാൻ അവകാശമുണ്ടോ? ഇല്ല. പക്ഷെ ഇവരുടെ പ്രശ്നം എന്താണ്? അവർക്ക് അത്ര എന്തിനാണ് കൊടുത്തത്? നിനക്കിത്ര തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അവർക്ക് അതല്ല വിഷയം. ഇവർക്ക് എന്തിനാ നീ ഇത്രയും കൊടുത്തു? ഇത് നമ്മുടെ വീട്ടിൽ മക്കളുമായിട്ട് ബന്ധത്തിൽ ചിന്തിക്കും. അവർക്കൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് എന്തിനാ അത്രയും കൊടുത്തത്, എനിക്ക് ഇത്രേ തന്നുള്ളൂ, ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. പക്ഷെ പരസ്പരമായൊരു സമൂഹത്തെ എത്തിയിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ഈ സന്ദർഭത്തിൽ കൂടുതൽ അവകാശപ്പെടുവാനായിട്ട് അർഹത ഇല്ല. യോഗ്യമായ നിലയിൽ അവർക്ക് ചോദിക്കുവാൻ അവകാശമില്ല. ഇവിടെ അന്യായമായിട്ടുള്ളതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്. ആരുടെയും കൂലി ഒട്ടും കുറച്ചിട്ടില്ല, ആരുടെയും കൂലി പിടിച്ചു വച്ചിട്ടുമില്ല. പ്രോമിസ് ചെയ്ത് അതുപോലെ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ആർക്കും ഒന്നും പറയാൻ പറ്റാത്തായിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുവാൻ കഴിയുന്നത്. അവനോട് പറയുകയാണ്, നീ 12 മണിക്കൂർ എനിക്ക് വേണ്ടി ജോലി ചെയ്യാം എന്ന് സമ്മതിച്ചു, ഞാൻ നിനക്കൊരു വെള്ളിക്കാശ് തരാമെന്ന് സമ്മതിച്ചു, അതുകൊണ്ട് നീ നിൻ്റെ കൂലി വാങ്ങി പൊയ്ക്കൊള്ളുക എന്ന് പറയുകയാണ്. നിൻ്റേത് വാങ്ങി പൊയ്ക്കൊള്ളുക, നിനക്ക് തന്നതുപോലെ, ഇനി പറയുകയാണ്, നിനക്ക് തന്നതുപോലെ ഈ പിൻബലം കൊടുപ്പാൻ എനിക്ക് എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ എന്ന് ചോദിക്കുക. എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു, ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞ പ്രോമിസ് അത് വാക്ക് പാലിച്ചു, ഞാൻ നിന്നോട് നീതി കാണിച്ചു, നിന്നോടൊരിക്കലും അനീതി കാണിച്ചില്ല, നിൻ്റെ പ്രതിഫലം വാങ്ങി നീ പൊയ്ക്കൊള്ളുക എന്ന് പറയുക. ഇനി അവർക്ക് ചോദ്യം ചെയ്യാനായിട്ട് അവകാശമുണ്ടോ? ഇല്ല. കാരണം അവനോടൊരിക്കലും വഞ്ചന കാട്ടിയിട്ടില്ല. ഇനി ബാക്കിയുള്ളവരോട് കാണിച്ചത് തോട്ടം ഉടമയുടെ ഔദാര്യം.
അവൻ്റെ കൃപ, അവൻ്റെ കരുണ, അവൻ മനസ്സലിവ്. ആ മനസ്സലിവിനെ ഇവർ ചോദ്യം ചെയ്യുവാനായിട്ട് അവകാശമില്ല. തോട്ട ഉടമയാണെങ്കിൽ അവന് മനസ്സലിവ് കാണിച്ചതിന് ആ മനസ്സലിവിനെ ഒരിക്കലും ചോദ്യം ചെയ്യുവാനായിട്ട് അവകാശമില്ല. ഇവർക്ക് കൊടുക്കുക എന്നുള്ളത് അഥവാ കൊടുത്തത് അതെൻ്റെ മനസ്സാണ്. എനിക്ക് ഉള്ളത് കൊണ്ട്, എനിക്ക് സമ്പത്തുള്ളത് കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാനായിട്ട് എനിക്ക് അവകാശമുണ്ട്. എനിക്ക് അത് ന്യായമാണ്. എൻ്റെ മനസ്സിനെ ആർക്കും ചോദ്യം ചെയ്യുവാനായിട്ട് പറ്റുകയില്ല. താമസിച്ച് വന്നിട്ടുള്ളവർക്ക് എത്ര കൊടുക്കണമെന്നുള്ളത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്, അത് ഞാനാണ് തീരുമാനിക്കുന്നത്. കാരണം എൻ്റെ തോട്ടത്തിലാണ് അവർ വന്നിരിക്കുന്നത്, എൻ്റെ പണമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എത്ര കൊടുക്കണമെന്നുള്ളത് എൻ്റെ സമ്പൂർണ്ണമായിരിക്കുന്ന അധികാരമാണ്. എൻ്റെ ആ മനസ്സിനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യുവാനായിട്ട് പറ്റുകയില്ല. എന്നിട്ട് അവിടെ പറയുകയാണ് 15-ാം വാക്യത്തിൽ, ഞാൻ നല്ലവനാകുന്നത് കൊണ്ട് നിൻ്റെ കണ്ണ് കടിക്കുന്നുവോ? ഞാൻ നല്ലത് ചെയ്തിരിക്കുന്നതുകൊണ്ട് നിനക്ക് എന്നോട് ഇത്രയും വിരോധം തോന്നാനുള്ള കാരണം എന്താണ്? ഇനി നമുക്ക് ഇതിൻ്റെ ആത്മീയ തലങ്ങളിലോട്ടൊന്ന് കടന്നു പോകാം. ഇതിനകം നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുക. കർത്താവ് ഇതിനെപ്പറ്റിയാണ് പറയുന്നത്, സ്വർഗരാജ്യം എങ്ങനെയാണ് എന്ന് തെളിയിക്കുക. അപ്പോൾ ഇതിനകത്തുനിന്നും ഇത്രയും സമയം നിങ്ങളതിനെ ശ്രദ്ധിച്ചപ്പോൾ ചില ചിന്തകൾ, ചില ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചില ആത്മീയ വശങ്ങളിലോട്ട് കടന്നു പോകാം. ചില ആൾക്കാർ നേരത്തെ തന്നെ ക്രിസ്തീയ സഭയിൽ വന്നിട്ടുണ്ട്. കർത്താവിനെ അംഗീകരിച്ച് അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അന്ന് രാവിലെ തന്നെ വന്ന് ജോലി ആരംഭിച്ചു. അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രിവിലേജാണ്, നേരത്തെ വന്ന് ജോലി ചെയ്യുവാൻ കിട്ടിയ ഒരു പ്രിവിലേജ്. വളരെ നേരത്തെ തന്നെ അവർ ജോലി ആരംഭിച്ചു. സത്യസന്ധമായി അവർ ജോലി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആത്മാർത്ഥമായി അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ജോലി യാതൊരു കംപ്ലൈൻറ്റുമില്ല, അവർ നന്നായി ചെയ്തു. ചില ആൾക്കാർ നേരത്തെ ക്രിസ്തീയ സഭയിലോട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ആയിരിക്കും അനുഭവമാണ്. അതിനുശേഷമായിട്ട് പല പല ഘട്ടങ്ങളായിട്ട് ആൾക്കാർ സഭയിൽ വന്നു തുടങ്ങി. മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നു തുടങ്ങി. നേരത്തെ വിശ്വാസ ജീവിതത്തിൽ വന്നതുകൊണ്ട്, നേരത്തെ സഭയിൽ വന്നതുകൊണ്ട്, നേരത്തെ മുന്തിരിത്തോട്ടത്തിൽ വന്നതുകൊണ്ട് അവന് പ്രത്യേക പരിഗണനയോ പദവിയോ ബഹുമാനമോ ഒന്നും കിട്ടുന്നില്ല. നേരത്തെ വന്നു എന്നുള്ളതല്ലാതെ നേരത്തെ വന്നതിൻ്റെ പേരിൽ പ്രത്യേകിച്ചൊരു പരിഗണന കൊടുക്കാനായിട്ട് പറ്റത്തില്ല, ഒരു ബഹുമതി കിട്ടത്തില്ല. കാരണം എല്ലാവരും, എല്ലാ ജോലിക്കാരും അവന് വിലയേറിയവരാണ്. 6 മണിക്ക് തുടങ്ങിയവനും 9 മണിക്ക് വന്നവരും 12 മണിക്ക് വന്നവരും എല്ലാവരും തോട്ട ഉടമയെ സംബന്ധിച്ചോളം അവനറിയുന്നവരാണ്, വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ നീതി, എല്ലാവർക്കും ദൈവത്തിൻ്റെ മുമ്പാകെ ഒരേ മാന്യതയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സഭയിൽ, ദൈവസഭയിൽ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. സുപ്പീരിയർ, വിഭാഗീയതയൊന്നുമില്ല. എൻ്റെ മേലുള്ളയാളെന്ന് പറയുന്ന ഒരു അനുഭവമില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സ്ഥലത്ത് 5-6 വർഷമായിട്ടുള്ളൂ, എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കൺവെൻഷനാണോ അതോ കല്യാണ സമയത്താണോ മരണസമയത്താണോ അറിഞ്ഞുകൂടാ. അവിടെ ഞാൻ ചെന്നപ്പോൾ നമ്മുടെ ഒരു സഹോദരനെ പരിചയപ്പെട്ടു. ഞങ്ങൾ തമ്മിൽ പരിചയമൊന്നുമില്ല, ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ ഞാൻ പറയുണ്ടായി, ഇവിടെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, ഇത്ര വർഷമായിട്ടുള്ള ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ ആൾക്കാർ പാരമ്പര്യമായിട്ട് ബ്രദറുകാരാണ്, ഞാൻ വെച്ചാൽ എനിക്ക് അത്രയും പാരമ്പര്യമൊന്നും പറയാനായിട്ട് ഇല്ല, അല്പസമയമായിട്ടുള്ളൂ വന്നിട്ട്. അപ്പോൾ നേരത്തെ വന്നതിൽ അങ്ങ് അഭിമാനിക്കുക. പ്രിയപ്പെട്ടവരെ, അതിനകത്ത് അഭിമാനിക്കാതിരിക്കുന്നത്? ഇവിടെ ഉപമയിൽ കർത്താവ് സ്ഥാപിക്കുന്നത് നേരത്തെ വന്നവനും താമസിച്ച് വന്നവനും പ്രത്യേക പരിഗണനയൊന്നും ഇല്ല, ഒരേ രീതിയിലാണ് കർത്താവ് അവരെ കൈകാര്യം ചെയ്യുന്നത്. ആർക്കും പിന്നത്തെ ദുഃഖിക്കുവാനായിട്ട്
ഇടയാകാതെ കർത്താവ് എന്ത് ചെയ്തു? ന്യായമായിട്ട് കൊടുക്കുന്നു, മാന്യമായ രീതിയിൽ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഒരുപോലെയാണ് ഈ തോട്ടക്കാരൻ എന്ത് ചെയ്തത്? സ്വീകരിച്ചത്, സ്വാഗതം ചെയ്ത്, ഔദാര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി അവൻ്റെ സാഹചര്യവും അവസ്ഥയും മനസ്സിലാക്കി ഒരേ രീതിയിൽ അവരെ സ്വാഗതം ചെയ്ത് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ആക്കിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെടുമെന്ന് ചിന്തിച്ച് നമ്മൾക്ക് പല പല സന്ദർഭങ്ങളിലാണ് നാം വിശ്വാസം വന്നിരിക്കുന്നത്, അല്ലേ? ധാരാളം ആൾക്കാർ ഇവിടെ കാണും, പൂർവ്വന്മാർ പൊട്ട് വിശ്വാസം വന്നിട്ടുള്ളവരുണ്ട്, അടുത്ത സമയങ്ങളിൽ വന്നിട്ടുള്ളവരുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെങ്കിൽ ഇവിടെ ഈ തോട്ടക്കാരൻ ആരോടും ഒരു അന്യായം കാണിക്കുന്നില്ല, എല്ലാവരോടും തുല്യമായ നീതിയാണ് കാണിക്കുന്നത്. അതെ, ഈ തോട്ടക്കാരെ എങ്ങനെയാണ് വിളിച്ചത്? ഈ വേലക്കാരെ എങ്ങനെയാണ് തോട്ടക്കാരൻ വിളിച്ചത്? ഈ വേലക്കാരെ വിളിച്ച് തോട്ടത്തിലാക്കിയത് അവൻ്റെ പരമാധികാരം ഉപയോഗിച്ചാണ്. കാരണം അവൻ്റെ സ്വന്തം തോട്ടമാണ്. അതുകൊണ്ട് അവൻ്റെ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് കൃപ തോന്നി, സ്നേഹം തോന്നി, കരുണ തോന്നി അവരെ വിളിച്ച് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ വേതനം കൊടുത്തപ്പോൾ, ഈ കൂലി കൊടുത്തപ്പോൾ 9 മണിക്ക് വന്നവനും 12 മണിക്ക് വന്നവനും 3 മണിക്ക് വന്നവർക്കും 5 മണിക്ക് വന്നവർക്കും എല്ലാവർക്കും ഒരേ കൂലിയാണ്. അപ്പോൾ ഇവിടെ കാണുന്നത് ആദ്യത്തെ ചിന്ത മനസ്സിലിട്ട് പറയണം, ഇത് നീതിയാണോ എന്ന് നമുക്ക് തോന്നി. കാരണം അവസാനം വന്നവർക്ക് 1 വെള്ളിക്കാശും ആദ്യം വന്നവർക്കും 1 വെള്ളിക്കാശ്, നീതിയാണോ എന്ന് നമ്മുടെ മനസ്സിൽ കൂടി കടന്നുപോയി. പക്ഷേ ഇവിടെ ചെയ്ത് എന്താണെന്ന് അറിയാമോ? 9 മണിക്ക് 12 മണിക്ക് 3 മണിക്ക് 5 മണിക്ക് വന്ന കൂട്ടരോട് നീതിക്ക് മുകളിലായിട്ട് കൊടുത്തു. നീതി ആണെങ്കിൽ എത്ര കൊടുക്കേണ്ടത്? മണിക്കൂറിനനുസരിച്ചാണ്, അതല്ലേ? നീതിയാണെങ്കിൽ മണിക്കൂറിനനുസരിച്ച്. പക്ഷെ ഇവിടെ എന്താ കൊടുക്കുന്നത്? നീതിക്ക് അപ്പുറത്തായിട്ട്. അപ്പം നമ്മുടെ കർത്താവ് വിശുദ്ധന്മാർക്ക് പ്രതിഫലങ്ങൾ കൊടുക്കുമ്പോൾ നീതിക്കപ്പുറത്തായിട്ട്. അപ്പോൾ കർത്താവിൻ്റെ ആ ഒരു ഉപമയുടെ ആ ശ്രേഷ്ഠത നാം മനസ്സിലാക്കണം. നീതിക്കും അപ്പുറത്തായിട്ട്. അതാണ് ദൈവത്തിൻ്റെ ന്യായമായിട്ടുള്ള തരാമെന്ന് പറയുമ്പോൾ ഒരു വ്യവസ്ഥയുണ്ട്, നീതിയുണ്ട്. നീതിക്കും അപ്പുറത്തായിട്ടാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കാനുള്ള സാഹചര്യം? നീതി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് ജോലി ചെയ്ത സമയത്തിനനുസരിച്ചുള്ള കൂലി, അതാണ് നീതി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനപ്പുറത്തായിട്ട് കൊടുത്തു, നീതിക്ക് മുകളിലായിട്ട് കൊടുത്തു. ആ നീതിക്ക് മുകളിലായിട്ട് കൊടുക്കാനുള്ള കാരണം എന്തായിരിക്കാം? അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ താമസിച്ച് വന്ന എല്ലാവർക്കും അവരുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരിക്കണം? അപ്പനും അമ്മയും കാണും, ഭാര്യയും മക്കളും കാണും. അവരെല്ലാം ആരെ നോക്കിയിരിക്കുക? ഈ മനുഷ്യൻ ജോലി ചെയ്ത് കൂലിയുമായിട്ട് വരുന്ന ആ വരവിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ അവർ ഭാര്യ മക്കളെല്ലാവരും ഇവരുടെ വരവിന് വേണ്ടി അവരുടെ അപ്പൻ്റെ വരവും കാത്തു നിൽക്കുക. വരുന്ന വഴിക്ക് എന്തെങ്കിലും ആഹാര സാധനങ്ങൾ കൊണ്ടുവരും എന്ന പ്രതീക്ഷയോടെ ഈ കുഞ്ഞുങ്ങളെല്ലാം കാത്തു നിൽക്കുക. ഇവിടെ ന്യായമായിട്ടുള്ളതും കൊടുക്കുന്നു, നീതിയായിട്ടുള്ളതും കൊടുക്കുന്നുണ്ട്, നീതിക്ക് മുകളിലുമായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ സന്തോഷം ഉണ്ടാകത്തക്ക നിലയിലാണ് കർത്താവ് ഇവിടെ, അഥവാ തോട്ടക്കാരൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം, ആർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരിക്കലും ഒരു സങ്കടമോ ഒരു ദുഃഖമോ നിരാശയോ ഉണ്ടാകാതെ അതെല്ലാവർക്കും തുല്യമായി നീതിക്കപ്പുറത്തായിട്ട് കൊടുക്കുകയാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് യോഗ്യമായിട്ടുള്ളത് തരാം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കാണുവാൻ കഴിയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സർവീസിനെ പരിഗണിക്കുന്നുണ്ടോ? ഇത്ര വർഷത്തെ സർവീസ്, ഇത്രയും മണിക്കൂർ സർവീസിനെ പരിഗണിക്കുന്നുണ്ടോ? ഇല്ല. സമയത്തെ പരിഗണിക്കുന്നുണ്ടോ? അതും പരിഗണിക്കുന്നില്ല. ശമ്പളമാണോ കൊടുക്കുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം? അർഹിക്കുന്നതാണോ കൊടുത്തത്? അതുമല്ല. പിന്നെ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇവിടെ ആ കൊടുക്കുന്ന രീതി ഒന്ന് മനസ്സിലാക്കിക്കേ.
അവരോട് കൃപ തോന്നിയാണ് കൊടുക്കുന്നത്. അവരുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കി, കുടുംബത്തെ മനസ്സിലാക്കി, ചുറ്റുപാടുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് കരുണ തോന്നി, കൃപ തോന്നി, നീതിക്ക് മുകളിലായിട്ട് അവർക്ക് കൊടുക്കുക. കുറച്ചിട്ടുമില്ല, കൂട്ടിയിട്ടുമില്ല. ഒരു മനുഷ്യന് ഒരു ദിവസം ജീവിക്കുവാൻ ആവശ്യമായ എത്ര തുകയുണ്ടോ അത്രയും തുക അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ആരുടെയും പിടിച്ചു വയ്ക്കുകയോ ആരുടെയും കൊടുക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല, ഒരു കുറവും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ആർക്കും അർഹിക്കുന്നതിൽ നിന്ന് ഒട്ടും കുറവ് സംഭവിച്ചിട്ടില്ല. അർഹിക്കുന്നതിൽ നിന്ന് ആദ്യത്തെ ഗ്രൂപ്പിന് കുറച്ചിട്ടില്ല. എല്ലാവർക്കും ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും ലഭിച്ചു. ഒരു കുടുംബം മുമ്പോട്ട് പോകാനായിട്ട് എത്ര പണം ആവശ്യമുണ്ടോ ഒരു ദിവസത്തേക്ക് അത്രയും തുക സാലർക്കും കിട്ടി. ഇവിടെ എല്ലാവരും ചിന്തിക്കേണ്ടത് വില പേശിയിട്ട് കൂലി സമ്പാദിക്കാമെന്ന് ആരും ചിന്തിക്കുകയും വേണ്ട. അതിന് അവസരമില്ല. അവിടെ വില പേശുവാനായിട്ട് അവസരമില്ല. കാരണം അന്യായമായിട്ടുള്ള ഒന്നും നടക്കുന്നില്ല. ആർക്കെങ്കിലും ഇവിടെ നഷ്ടം സംഭവിച്ചോ? ഏതെങ്കിലും വ്യക്തിക്ക് നഷ്ടം സംഭവിച്ചോ? ആർക്കും നഷ്ടം സംഭവിച്ചിട്ടില്ല. അപ്പോൾ നാം ചിന്തിക്കേണ്ടായിരിക്കുന്ന വിഷയം എത്ര നേരത്തെ വിശ്വാസ ജീവിതത്തിൽ വന്നു എന്നുള്ളതല്ല, എത്ര വർഷത്തെ പാരമ്പര്യം ഉണ്ട് എന്നുള്ളതല്ല, എത്ര വർഷം സർവീസ് ചെയ്തു എന്നുള്ളതല്ല. ദൈവം ചെയ്യുമ്പോൾ അത് ഏറ്റവും നീതിപൂർവ്വം ചെയ്യുന്നവനാണ്. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒന്നേ ഉള്ളൂ, അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, വിശ്വസ്തരായിട്ട്, യജമാന് പ്രീതി ഉണ്ടാകത്തക്ക നിലയിൽ, അവന് സന്തോഷം ഉണ്ടാകത്തക്ക നിലയിൽ, അതിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ജോലി ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന ഞാനും നമ്മളെല്ലാവരും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പല വിധത്തിലായിരിക്കുന്ന ജോലി ചെയ്യുന്നവരാണ്. ചിലരെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആയിരിക്കാം വിളിച്ചിരിക്കുന്നത്, ചിലരെ മറ്റു ശുശ്രൂഷയായിരിക്കാം, പൗര സന്ദർശനമായിരിക്കാം, പരസ്യയോഗങ്ങൾ നടത്തുമായിരിക്കാം, കോളേജ് പഠിപ്പിക്കാനായിരിക്കാം, സഭാ ശുശ്രൂഷയായിരിക്കാം, എൽഡർഷിപ്പ് ആയിരിക്കാം, യൂത്ത് മീറ്റിംഗ് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അറേഞ്ച്മെൻറ്റ്, പല വിധത്തിലായിരിക്കും ശുശ്രൂഷയാണ് അവൻ നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശുശ്രൂഷയുണ്ട്. ശുശ്രൂഷ ഇല്ലാത്തവരെ ആരും വിളിച്ചിട്ടില്ല. ഓരോ കടമയുണ്ട്, ഓരോ ഉത്തരവാദിത്വമുണ്ട്. അത് നമുക്ക് ആത്മാർത്ഥമായി ചെയ്യാം, വിശ്വസ്തരായി ചെയ്യാം. ഒരു പ്രതിഫലമുണ്ട്. നിശ്ചയം നാം ഒരിക്കലും ലജ്ജിതരായി തീരുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്കതിനു വേണ്ടി ലഭിക്കുന്ന സമയം എല്ലാം ഉപയോഗിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.